ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം. ദ ബുക്ക് ഓഫ് ജെർമിയ ചാപ്റ്റർ 11. Jeremiah chapter 11 centers on the broken covenant between God and Judah, emphasizing that because the people willfully disobeyed the covenant and turned into idol worship, they will face inevitable divine judgment. Verse 1. യെരുശലേമിലെയും യഹൂദയിലെയും ജനങ്ങളോടുള്ള ദൈവത്തിൻ്റെ പുതിയൊരു സന്ദേശത്തിൻ്റെ തുടക്കമാണിത്. ഇസ്രായേൽ ജനത അവരുടെ പിതാക്കന്മാരുടെ കാലത്തെ ദൈവവുമായി ഉണ്ടാക്കിയ മൊസായിക് കവനന്റ് ലംഘിക്കുകയും ചെയ്ത സമയത്തെ യിരെമ്യാ പ്രവാചകന് യഹോവയിൽ നിന്ന് നേരിട്ട് ദൈവിക സന്ദേശം ലഭിക്കുന്നതാണ് ഈ വാക്യം. വേഴ്സ് 2. ജനങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് വിഗ്രഹാരാധനയിൽ മുഴുകിയപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കാനും അനുസരണക്കേടിൻ്റെ ഭവിഷ്യത്തുകൾ ബോധ്യപ്പെടുത്താനും ദൈവം പ്രവാചകനായ യിരെമ്യാവിനെ ചുമതലപ്പെടുത്തി. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി അനുസരണത്തിലേക്ക് നയിക്കുകയാണ് പ്രവാചകന്റെയും ദൈവരാജ്യത്തിൻ്റെയും കടമ എന്ന് ഈ വാക്യം പഠിപ്പിക്കുന്നു. വേഴ്സ് 3. ഉടമ്പടിയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ പൂർണ്ണമായ അനുസരണം ആവശ്യമാണെന്ന് ഈ വാക്യം പഠിപ്പിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദാനങ്ങളും നിയമങ്ങളും പാലിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്നും അതിൻ്റെ ശിക്ഷയായി അവർക്ക് ശാപം ലഭിക്കുമെന്നുള്ള ഗൗരവമായ മുന്നറിയിപ്പാണിത്. വേഴ്സ് 4. ഇരുമ്പ് ചൂള, ദ അയൺ ഫർണസ്, മിസ്രൈമിനെ അല്ലെങ്കിൽ ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്നു. ഇരുമ്പൊരുക്കുന്ന ചൂളയിലെ കഠിനമായ ചൂട് പോലെ ഇസ്രായേൽ ജനം അനുഭവിച്ച അതികഠിനമായ പീഡനങ്ങളെയും അടിമത്തത്തെയുമാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. അവരെ അത്രയും വലിയ കഷ്ടതയിൽ നിന്ന് രക്ഷിച്ച ദൈവത്തോടെ അവർക്ക് കടപ്പാടുണ്ട്. ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം എപ്പോഴും അനുസരണമാണ്. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുകയും വേണമെന്ന് ദൈവം എല്ലാവരോടും ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ആയിരിക്കുമെന്ന വാഗ്ദാനം പൂർണ്ണമാകും. വേഴ്സ് 5. തൻ്റെ ജനമായ ഇസ്രായേലിനെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം നൽകുമെന്ന് ദൈവം അവരുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഇവരോട് ഉടമ്പടി ചെയ്തിരുന്നു. എന്നാൽ ജനങ്ങൾ ഉടമ്പടി ലംഘിച്ച പശ്ചാത്തലത്തിലാണ് യിരെമ്യാവിലൂടെ ദൈവം ഇത് വീണ്ടും സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ യിരെമ്യാവ് ആമേൻ ആമേൻ, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് മറുപടി നൽകി. ദൈവത്തിൻ്റെ ഉടമ്പടി നീതിയുള്ളതാണെന്നും അതെ അംഗീകരിക്കുന്നുവെന്നും പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തുന്നു. വേഴ്സ് 6. God instructed Jeremiah to travel through Judah and Jerusalem, urging the people to listen and obey the terms of the covenant. Legal agreement made at Mount Sinai, which outlined blessings for obedience and curses for disobedience. Verse 7. ഇസ്രായേൽ ജനതയെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച നാൾ മുതൽ ഇന്ന് വരെ ദൈവം അവരെ വഴി നടത്തി. അധികാലത്തും ഇടപെടാതെയും അവരോട് എൻ്റെ വാക്ക് കേൾപ്പീൻ എന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത ഈ വാക്യത്തിൽ നമുക്ക് കാണാം. വേഴ്സ് 8. ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖേന ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ നിർദ്ദേശങ്ങളും ഉടമ്പടികളും അനുസരിക്കാൻ അവർ തയ്യാറായില്ല. അതിനെ ചെവി ചായ്ച്ചതുമില്ല. അവർ ദൈവവഴി അവഗണിച്ച് സ്വന്തം ഹൃദയത്തിൻ്റെ ദുരാഗ്രഹങ്ങൾക്കും വിഗ്രഹാരാധനയ്ക്കും മുൻഗണന നൽകി. വിശുദ്ധ ഉടമ്പടി ലംഘിച്ചു.
ദൈവത്തെ അനുസരിക്കാൻ വിസമ്മതിച്ച ഇസ്രായേൽ ജനതയുടെ കഠിന ഹൃദയത്തെയും അതിൻ്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളാണ് ഈ വാക്യം ചൂണ്ടിക്കാട്ടുന്നത്. വേഴ്സ് 9. ദൈവം യിരെമ്യാവോട് അരുളി ചെയ്തത്, ജനങ്ങൾ ദൈവത്തിനെതിരെയും ദൈവകൽപ്പനകൾക്കെതിരെയും ഒത്തുചേർന്ന് ഗൂഢാലോചന പ്രവർത്തിക്കുന്നു. വ്യക്തിപരമായ പാപങ്ങൾക്കുപരി ഒരു സമൂഹം എന്ന നിലയിൽ അവർ ദൈവത്തെ തള്ളിക്കളയാൻ തീരുമാനിച്ചു എന്നതാണ് ഗൂഢാലോചന. വേഴ്സ് 10. 3 പ്രധാന കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ വ്യക്തമാക്കുന്നത്. 1. ഇസ്രായേൽ ജനത തങ്ങളുടെ പൂർവികർ ചെയ്ത അതേ തെറ്റുകളിലേക്കും അനുസരണക്കേടിലേക്കും തിരിച്ചുപോയി. 2. അവർ ദൈവകൽപ്പനകൾ കേൾക്കാൻ അവർ വിസമ്മതിച്ചു. 3. സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അവർ അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ആരാധിച്ച് വിഗ്രഹാരാധന തുടങ്ങി. ദൈവം ഇസ്രായേൽ ജനതയുമായി ഉണ്ടാക്കിയ വിശുദ്ധ ഉടമ്പടി അവർ ലംഘിച്ചു. വേഴ്സ് 11. യഹൂദ ജനതയുടെ മേൽ ശിക്ഷാവിധി വരുന്നു, കാരണം അവർ ദൈവത്തോട് നിരന്തരമായി കലഹിച്ചും ബാൽ വിഗ്രഹങ്ങളെ ആരാധിച്ച് ഉടമ്പടി ലംഘിച്ചു. അതുകൊണ്ട് അവർ രക്ഷയ്ക്കായി വിളിച്ചാലും അവരുടെ അവിശ്വസ്തത നിമിത്തം ദൈവം കേൾക്കയില്ല. വേഴ്സ് 12 explains that because Judah broke their covenant with God through persistent idol worship, burning incense to Baal, God would bring an inescapable, catastrophic judgment. When disaster strikes, their idols will be powerless to save them, and God will not answer their cries. Verse 13. യഹൂദയിലെ ഓരോ നഗരത്തിനും ഓരോ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പ്രവാചകൻ പറയുന്നു. ഇത് അവരുടെ പാപം എത്രത്തോളം വ്യാപകമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ നഗരമായ യെരുശലേമിലെ ഓരോ തെരുവിലും ബാലിനെ ധൂപം അർപ്പിക്കാൻ അവർ യാഗപീഠങ്ങൾ പണിതു. ദൈവത്തോട് കടുത്ത അനുസരണക്കേട് കാണിച്ചു. വിഗ്രഹാരാധന ലജ്ജാകരമാണ്. വേഴ്സ് 14. യഹൂദ ജനത വിഗ്രഹാരാധനയിലേക്കും പാപത്തിലേക്കും തിരിഞ്ഞ് ദൈവവുമായുള്ള ഉടമ്പടി ലംഘിക്കുകയും ദൈവത്തെ തള്ളിക്കളയുകയും ചെയ്തു. പ്രവാചകൻ ഈ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നത് പതിവാണ്. ഈ സമയം ദൈവം യിരെമ്യാ പ്രവാചകനോട് ഇടപെട്ടു. നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, കാരണം ജനങ്ങളുടെ കഠിനമായ പാപവും അനുതാപമില്ലാത്ത ഹൃദയവും കാരണം ദൈവം അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. വേഴ്സ് 15. ഈ വാക്യം ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് ആരാധന നടത്തുന്ന ജനത്തിന്റെ കാപട്യത്തെ എടുത്ത് കാണിക്കുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം എൻ്റെ പ്രിയതമ, മൈ ബിലവഡ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഈ പ്രിയതമ അന്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് ദൈവത്തോടുള്ള വിശ്വസ്തത ലംഘിച്ചു. പാപം ചെയ്തുകൊണ്ടിരിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്ന ജനത്തിന് ദേവാലയത്തിൽ വരാൻ എന്ത് അവകാശമാണുള്ളതെന്ന് ദൈവം ചോദിക്കുന്നു. പാപം ചെയ്തുകൊണ്ട് ബലി അർപ്പിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. ജനങ്ങൾ ദോഷം ചെയ്യുമ്പോൾ അവർ ഉല്ലസിക്കുന്നു. ഹൃദയശുദ്ധിയില്ലാതെ വെറും മതപരമായ ചടങ്ങുകൾ ദൈവത്തിന് സ്വീകാര്യമല്ല. വേഴ്സ് 16. This verse uses a powerful nature metaphor to describe God's shifting relationship with Israel due to their unfaithfulness. In ancient Israel, the olive tree symbolized beauty, prosperity, and divine blessing, for them to be a flourishing and fruitful people. But the people turned back to the sins of their ancestors, worshipping idols and rejecting God's word. The mighty roar and fire symbolize sudden and decisive judgment, or the noise of a massive invading army by Babylonians.
The destruction of the branches signifies the collapse of the nation's leadership and the exile of its people, a blessed flourishing nation to be a desolate one due to their unfaithfulness. Verse 17. പ്രധാനമായും ദൈവവും ഇസ്രായേൽ ജനതയും തമ്മിലുള്ള ഉടമ്പടിയുടെ ലംഘനത്തെക്കുറിച്ചും അതിൻ്റെ ഫലമായി വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുമാണ് ഈ വാക്യം പ്രതിപാദിക്കുന്നത്. ഇസ്രായേൽ ജനതയെ ദൈവ സ്നേഹത്തോട് നട്ടുവളർത്തിയ ഒരു നല്ല ഒലിവ് വൃക്ഷത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തിന് നൽകിയ കൽപ്പനകളും ഉടമ്പടികളും അവർ ലംഘിച്ചു. ഏകദൈവമായ യഹോവയെ ആരാധിക്കുന്നതിനു പകരം അവർ ബാൽ വിഗ്രഹങ്ങളെ ആരാധിച്ചു. അവർ ചെയ്ത പാപങ്ങൾ നിമിത്തം അവരുടെ മേൽ ന്യായവിധി വരുമെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു. വേഴ്സ് 18. പ്രവാചകനായ യിരെമ്യാവ് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അനാഥോത്തിലെ പുരോഹിതന്മാരും നാട്ടുകാരും അവനോട് കോപിഷ്ഠരാകുകയും അവനെ കൊല്ലാൻ പദ്ധതിയിടുകയും ചെയ്തു. എന്നാൽ ഈ രഹസ്യ പ്ലാൻ ദൈവം യിരെമ്യാവിന് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവദാസന്മാർക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകൾ ദൈവം കാണുന്നുണ്ട്. ശത്രുവിന്റെ കെണികൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് പ്രവാചകന്മാരെ സംരക്ഷിക്കും. വേഴ്സ് 19. ഈ വാക്യത്തിൽ പ്രവാചകനായ യിരെമ്യാവെ നേരിട്ട വലിയൊരു ചതിയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന ആട് താൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്നറിയാതെ ശാന്തനായി പോകുന്നത് പോലെ തന്നെ കൊല്ലാൻ സ്വന്തം അനാഥോത്തിലെ നാട്ടുകാർ പദ്ധതിയിടുന്നത് യിരെമ്യാവ് അറിഞ്ഞിരുന്നില്ല. യിരെമ്യാവിന്റെ പ്രവചനങ്ങൾ ഇഷ്ടപ്പെടാതിരുന്ന ശത്രുക്കൾ അവനെ ഇല്ലായ്മ ചെയ്യുവാൻ രഹസ്യമായി ആലോചിച്ചു. ഈ വാക്യത്തിൽ യിരെമ്യാവിനെ വൃക്ഷത്തോടും അവന്റെ വചനങ്ങളെ ഫലത്തോടും ഊമിച്ചിരിക്കുന്നു. ശത്രുക്കളുടെ ലക്ഷ്യം കേവലം കൊലപാതകം മാത്രം അല്ലായിരുന്നു, മറിച്ച് ഭൂമിയിൽ യിരെമ്യാവിന്റെ പേര് പോലും ആരും ഓർക്കാതെ വിധം അവനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. മനുഷ്യർ രഹസ്യമായി പ്ലാൻ ചെയ്ത കൊലപാതക ശ്രമം ദൈവം യിരെമ്യാവിന് വെളിപ്പെടുത്തി കൊടുത്തു. ഈ വാക്യത്തിന്റെ സന്ദേശം ദൈവത്തിന്റെ സത്യം വിളിച്ചു പറയുന്നവർക്ക് ലോകത്തിൽ നിന്ന് എതിർപ്പുകളും ചതികളും നേരിടേണ്ടി വരാം. എന്നാൽ ദൈവം തൻ്റെ ദാസന്മാരെ കാത്തു സൂക്ഷിക്കുകയും ശത്രുക്കളുടെ ഗൂഢാലോചനകൾ വെളിപ്പെടുത്തുകയും ചെയ്യും. വേഴ്സ് 20. ദൈവം നീതിയുള്ള വിധികർത്താവാണ്. മനുഷ്യർ പുറമേയുള്ളത് കാണുന്നു. ദൈവം ഓരോരുത്തരുടെയും ഉള്ളിലെ രഹസ്യ ചിന്തകളും ഹൃദയവിചാരങ്ങളും കാണുന്നു. തന്നെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്ന സ്വന്തം നാട്ടുകാരിൽ നിന്നും സംരക്ഷണം ലഭിക്കാനായി യിരെമ്യാവ് യാതൊരു പ്രതികാരവും സ്വന്തം കയ്യിലെടുക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്നു. പ്രവാചകന്റെ ശബ്ദത്തെ എതിർക്കുന്നവർക്കും ദൈവകൽപ്പന ലംഘിക്കുന്നവർക്കും അർഹമായ ശിക്ഷ ലഭിക്കുന്നത് കാണാൻ യിരെമ്യാവ് ആഗ്രഹിക്കുന്നു. വേഴ്സ് 21. യിരെമ്യാവിന്റെ ജന്മനാടായ അനാഥോത്തിലെ ആളുകൾ യിരെമ്യാവിനെതിരെ തിരിഞ്ഞ് അവനോട്, നീ ഞങ്ങളുടെ കയ്യാൽ മരിക്കാതെ ഇരിക്കേണ്ടതിനും ഇനിയും യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുതെന്ന് പറഞ്ഞ് പരസ്യമായി ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ യിരെമ്യാ പ്രവാചകന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വേഴ്സ് 22. തനിക്ക് വിരുദ്ധമായി നിൽക്കുന്നവരെ ശിക്ഷിക്കാനുള്ള അധികാരം യഹോവയ്ക്കുണ്ട്. രാജ്യത്തെ സംരക്ഷിക്കേണ്ട യുവാക്കൾ യുദ്ധത്തിലൂടെ വാളാൽ മരിക്കും. യുദ്ധത്തെ തുടർന്നുണ്ടാകുന്ന കടുത്ത പട്ടിണിയും ക്ഷാമവും കാരണം പുത്രന്മാരും പുത്രിമാരും അടുത്ത തലമുറയും നശിക്കുമെന്ന് പ്രവചിക്കുന്നു. വേഴ്സ് 23. ഈ വാക്യത്തിൽ ദൈവം തന്നെ സൈന്യങ്ങളുടെ യഹോവ
എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പരമ അധികാരത്തെയും ശക്തിയെയും കാണിക്കുന്നു. ദൈവം അനാഥോത്തുകാരെ സന്ദർശിക്കും എന്നത് അനുഗ്രഹത്തിനായുള്ള സന്ദർശനമല്ല, മറിച്ച് പാപത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കാനുള്ള വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. അനാഥോത്തിലെ ആളുകൾ പ്രവാചകനായ യിരെമ്യാവിനെതിരെ നടത്തിയ ഗൂഢാലോചനയ്ക്ക് ദൈവം നൽകുന്ന ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അവരിൽ ഒരു ശേഷിപ്പും ഉണ്ടാകയില്ല എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കോ അല്ലെങ്കിൽ ആ ജനതയ്ക്കോ ദൈവത്തിൻ്റെ ന്യായവിധിയെ അതിജീവിക്കാൻ കഴിയുകയില്ല. ദൈവം ശിക്ഷ വിധിക്കുന്ന ഒരു നിശ്ചിത സമയമുണ്ട്. അതാണ് ടൈം ഓഫ് പണിഷ്മെന്റ് അല്ലെങ്കിൽ സന്ദർശനകാലം. അനാഥോത്തിലെ ആളുകൾ തങ്ങളുടെ ദുഷ്പ്രവർത്തികൾക്ക് തക്കതായ ഫലം അനുഭവിക്കേണ്ടി വരും. കൺക്ലൂഷൻ. ജെറമ്യ ചാപ്റ്റർ 11 ദൈവത്തെ ഉപേക്ഷിക്കുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ചും യഥാർത്ഥ പ്രവാചകന്മാരെ എതിർക്കുന്നവരുടെ വിധിയെക്കുറിച്ചുമുള്ള താക്കീതാണിത്. ദൈവവുമായുള്ള ബന്ധത്തിൽ വിശ്വസ്ത പുലർത്തുക, ദൈവിക കൽപ്പനകൾ അനുസരിക്കുക, വിഗ്രഹാരാധന ഉപേക്ഷിക്കുക എന്നതാണ് ഈ അധ്യായം നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ. നമുക്കും ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ദൈവിക കൽപ്പനകൾ പ്രമാണിച്ച് വിശ്വസ്തയോടെ ദൈവത്തെ പിൻഗമിച്ച് അവിടുത്തെ വരവിനായി നമുക്കും ഒരുങ്ങാം. നമ്മളെ ഏവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.